വർഷങ്ങൾ കഴിഞ്ഞാലും അടയാളപ്പെടുത്തുന്ന മലയാള സിനിമയെ ഒരു ഇന്റർനാഷണൽ സിനിമയായിട്ട് അടയാളപ്പെടുത്തുന്ന സിനിമയായിരിക്കും എക്കോ. ഏറ്റവും വലിയായിട്ട് പറയുന്നത് ഇതിന്റെ അഭിനേതാക്കളായിക്കോട്ടെ, അതുപോലെ തന്നെ ടെക്നീഷ്യൻസ് ആയിക്കോട്ടെ, ഏറ്റവും ബ്രില്യന്റ് ആയിട്ടുള്ള പെർഫോമൻസ്. കിഷ്കിന്ധാകാന്ഡം എന്ന് പറഞ്ഞൊരു സിനിമ കഴിഞ്ഞിട്ട് വന്ന് അത് ആ സിനിമ കണ്ട് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്ത് വരുന്നവർക്ക് കുറച്ചും കൂടി നിലവാരം കൂടിയ രീതിയിൽ തന്നെയാണ് ബാഹുലും രഞ്ജിത്തും ഈ പടം ഒരുക്കി വെച്ചേക്കുന്നത്. കാണുന്ന ഒരു സിനിമ ഓഡിയൻ, വളരെ സീരിയസ് ആയിട്ട് കാണുന്ന ഒരു സിനിമ ഓഡിയൻ ഒരിക്കലും നിരാശപ്പെടുത്താത്ത രീതിയിലുള്ള ഗംഭീര പ്രകടനങ്ങളും ഗംഭീര ടെക്നിക്കൽ ക്വാളിറ്റിയാണ് ഒരുക്കി വെച്ചിരിക്കുന്നത്. ഓക്കെ, സന്ദീപ് ഞെട്ടിച്ചോ? സന്ദീപ് ഇത്രയും നാള് പോയ ഒരു ഗ്രാഫ് സന്ദീപിന്റെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഫാലിമ ആയിക്കോട്ടെ, ഇപ്പൊ ലാസ്റ്റ് ഇറങ്ങിയ പടങ്ങളായിക്കോട്ടെ, എല്ലാ പടങ്ങളിൽ നിന്നും ഈ പടത്തില് എന്താ പറയുക, സന്ദീപിന് കിട്ടിയ ഒരു പൊൻതൂവൽ, ഒരു മെഡൽ തന്നെ ഈ പടത്തിൽ തന്നെ ഉണ്ട്. ഗംഭീര പെർഫോമൻസ് ആണ് സന്ദീപ്. അതുപോലെ തന്നെ നരയൻ ചേട്ടൻ, അതുപോലെ ദിലീപ് ചേട്ടൻ, ബിനുപപ്പു ചേട്ടൻ, അങ്ങനെ ഇതിൽ അഭിനയിച്ച എല്ലാവരും, ഈച്ച് ആൻഡ് എവരിത്തിങ്. പിന്നെ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിക്കുന്ന മലേഷ്യയിൽ നിന്നും അതുപോലെ തന്നെ മണിപ്പൂരിൽ നിന്നും ഒക്കെയുള്ള ബ്രില്യന്റ് ആയിട്ടുള്ള ആക്ടേഴ്സ് എന്ന് തന്നെ അവരെ വിളിക്കാം. അവരൊക്കെ എന്ത് ഗംഭീരമായിട്ടാണ് പെർഫോം ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ ഏറ്റവും പറയേണ്ട സംഭവം എന്ന് വെച്ചാൽ നമ്മളോടൊപ്പം എപ്പോഴും ഉള്ള നായ്ക്കുട്ടികൾ, അവർ ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന ആ ഒരു പെർഫോമൻസ് ഒക്കെ ഉണ്ട്. അവരെയൊക്കെ ആ ഒരു ഇത് ചെയ്ത സംഭവങ്ങൾക്കൊക്കെ അവരെയൊക്കെ ഗൈഡ് ചെയ്ത് ഈ രീതിയിലൊക്കെ എടുത്തതിനെല്ലാം ബ്രില്യന്റ് ആണ്. അപ്പം ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത് പ്രകൃതിയാണ്. എപ്പോഴും നമ്മൾ ഓരോ സ്ഥലങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കും. ഈ സിനിമ കാണുമ്പോൾ ഒരു വിഷ്വൽ ക്യൂട്ട്നെസ്സും കൂടി പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു പടം തന്നെയാണ് പ്രേക്ഷകന് വേണ്ടി ഈ ടീം സമ്മാനിച്ചിരിക്കുന്നത്. ഒക്കെ എന്തായാലും ഒരു ദൃശ്യ മികവ് തന്നെയായിരിക്കും. എക്സ്പീരിയൻസ്, തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗംഭീര സിനിമയാണ്. ഓക്കെ, താങ്ക് യു. താങ്ക് യു. പക്ഷെ എന്താ പറഞ്ഞാല് രണ്ട് സിനിമയും സിമിലാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ എപ്പോഴും ഒരു സ്പൂൺ ഫീഡിങ് അല്ല സിനിമ. ഈ സിനിമ കാണുന്ന സമയത്ത് ആദ്യ ആൾക്കാർ എന്തെങ്കിലും സ്പീഡ് വരും, പക്ഷെ ലാസ്റ്റ് ആ ക്ലൈമാക്സ് എത്തുന്ന സമയത്ത് മനസ്സിലാവും എന്താന്നുള്ളത് പറയുന്നത്. പിന്നെ എല്ലാവരും സംഖ്യ വിദ്യാർത്ഥി സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആളുകൾക്ക് ചില ക്യാരക്ടർ അങ്ങനെ ചെയ്യുമെന്ന് പറയുന്നത്. അതുപോലെ ഒരു താരോടെ അല്ലെങ്കിൽ നമ്മൾ എന്ത് സിനിമ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇതിൽ നല്ലൊരു നടന് കഴിവ് ശരിക്കും ഞെട്ടിച്ചോ സന്ദീപ്? ഞെട്ടിച്ചോ? ആക്ഷനൊക്കെ ഫൈറ്റിംഗ് ഒക്കെ നമ്മൾ ആ ഒരു സിനിമ കാണുന്നത് ശരിക്കും തന്നെ അഭിനയിക്കാൻ അല്ലെങ്കിൽ ശരി ജീവിക്കാൻ പറയുന്നത് എല്ലാ ടൈപ്പ് ഓഡിയൻസിലും കണക്ട് ആവും. എല്ലാ ടൈപ്പ് ഓഡിയൻസിലും പറഞ്ഞൊരു സിനിമ ഞാൻ പറഞ്ഞത് നല്ല ഉഗ്രസാണ്. അതാ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്, ഒരു വലിയൊരു ബിഗ് ബഡ്ജറ്റ് സംഭവങ്ങൾ വെച്ചിട്ട് ഒരു പാൻ ഇന്ത്യൻ സിനിമ ഉണ്ടാക്കുന്നു. പക്ഷെ ഇവിടെ ഒരു അതിഭീകരമായൊരു, ഭീകരം എന്നല്ല, നല്ല സൂപ്പർ കണ്ടന്റ് കൊണ്ട് പാൻ ഇന്ത്യയിലേക്ക് മേലെ പോകുന്ന ഒരു വേൾഡ് ക്ലാസ് ലെവലിലുള്ള സിനിമയാണ് ഇപ്പോൾ ഇതായിട്ടാണ് നമുക്ക് കാണുമ്പോൾ തോന്നുന്നത്. ആ ജോഗ്രഫിയൊക്കെ ഇതുവരെ മലയാളത്തിൽ ഇടയ്ക്ക് വിസിറ്റീവ് ആയിരിക്കും, പക്ഷെ ഒരു സിനിമ മുഴുവൻ അതുപോലെ